വെൽക്കം ബാക്ക് ടു ഷാസ് വേൾഡ്. ഇന്ന് നമുക്ക് കുക്കിംഗ് വീഡിയോ ആക്കാം. നമുക്ക് പഴംപൊരി ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് നോക്കാം. നല്ല സോഫ്റ്റ് പഴംപൊരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ. അതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കുറവാണ്. അത് നല്ലപോലെ മിക്സ് ചെയ്യുക. മൈദ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഉപയോഗിച്ചത് നല്ല സോഫ്റ്റ് പഴംപൊരി കിട്ടാൻ വേണ്ടിയിട്ട് ഇളം ചൂട് വെള്ളമാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ പൊടി എടുത്തിട്ടുണ്ട്. ഏലക്കായ പൊടി ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്ത് ഇതാക്കാം. നീളത്തിൽ 3 പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. അങ്ങനെ എല്ലാ പഴങ്ങളും ചെയ്തെടുക്കാം. നമുക്ക് ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് അപ്പം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പഴം എടുത്ത് അങ്ങനെ വന്ന മാവിലേക്ക് പഴം ഇട്ടിട്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. ഇതിൽ ദോശമാവോ ഇഡ്ഡലി മാവോ പുളിച്ചതുണ്ടെങ്കിൽ, ഇതിന് ചേർത്ത് ദോശമാവ് ഇഡ്ഡലി മാവ് ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് നല്ലപോലെ പൊങ്ങി വരും. എൻ്റെ കയ്യിൽ അതില്ല, അത് കാരണം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. എല്ലാ സമയങ്ങളിലും ഇടാറുണ്ട്. അപ്പോൾ നല്ല പഴംപൊരി കിട്ടാറുണ്ട്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ പഴംപൊരിയും ബീഫ് കറിയും നല്ല കോമ്പിനേഷനാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നമുക്ക് വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.